തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള നിരവധിയായ എണ്ണമറ്റ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അത് നേടിയിട്ടുള്ള വിജയം സംബന്ധിച്ച് അനുഭവവേദ്യമുള്ളവരാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ചിത്രങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ഇന്ത്യയിൽ തന്നെയുള്ള കോർപ്പറേഷനുകളിൽ മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷന് നേടാനായി എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ച ഈ ഭരണസമിതി അംഗങ്ങളെയും അത് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ ഓരോ പ്രവർത്തകരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അവരോടെല്ലാമുള്ള ഏറ്റവും ശക്തിയായ രീതിയിലുള്ള ജനങ്ങളുടെ ആവേശകരമായ അഭിവാദ്യം ഒന്നുകൂടി അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ നാട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ടേമിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ദുരന്തപൂർണമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു വന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തം, അതേപോലെ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള മാരകമായ രോഗം, അതിൻ്റെ എല്ലാ ഭാഗമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുടെ മരണം, ലോകത്ത് മുഴുവൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ ഏതറ്റത്തുള്ള മനുഷ്യനും എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് എത്തിപ്പെടണം എന്ന അഭിവാഞ്ച, ഇതെല്ലാം ചേർന്ന് വളരെയേറെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ ഒരു പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കത്തിലൂടെയാണ് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ലോകത്ത് അപൂർവ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട കേരളത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. ഒന്നാം ടേമിലെ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസകരമായ ഒരു പശ്ചാത്തലത്തിലൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ കേരളത്തെ ഒന്നടങ്കം ചേർത്ത് നിർത്തി ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിക്കാൻ അവരെ പ്രാപ്തമാക്കി കേരളം ഒറ്റക്കെട്ടായി എല്ലാ ദുരന്തങ്ങളെയും അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോയി. രണ്ടാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ലോകത്ത് തന്നെ അത്യപൂർവമായ ഒരു അജണ്ടയാണ് കൈകാര്യം ചെയ്തത്. അത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു പരിപാടി ആസൂത്രിതമായിട്ട് നീക്കുക എന്നുള്ളതായിരുന്നു.